സൊല്യൂഷൻ നല്ല പാരന്റ് ചിൽഡ്രൻ റിലേഷൻ. അതെങ്ങനെയായിരിക്കണം? വീട്ടിലെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ മൈൻഡഡ് റിലേഷൻ, തുറന്ന് സംസാരിക്കുന്ന ബന്ധം സ്ഥാപിച്ചെടുക്കുക. മക്കൾക്ക് ജീവിതത്തിൽ എവിടെയുള്ള ഏത് തരം അനുഭവങ്ങളെയും വീട്ടിൽ തുറന്ന് സംസാരിക്കാൻ അനുവാദം ഉണ്ടാകണം. വീട്ടിൽ ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 2 തവണ, എല്ലാ ദിവസവുമാണ് വേണ്ടത്, ചുരുങ്ങിയത് 2 തവണ വീട്ടിൽ പാരൻസിനോട് എല്ലാം തുറന്ന് പറയാൻ പറ്റണം. എത്രത്തോളം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായും തൻ്റെ ക്ലാസ്സിലെയോ അല്ലെങ്കിൽ തൻ്റെ സ്കൂളിലെയോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു സ്ഥാപനത്തിലെയോ മറ്റൊരു കുട്ടിയോട് പ്രത്യേക ഇഷ്ടം തോന്നാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വല്ലപ്പോഴും ഇഷ്ടം തോന്നിയാൽ അത് വീട്ടിൽ പാരൻസിനോട് പറയാൻ പറ്റണം. വീട്ടിൽ പാരൻസിനോട് ഓപ്പണായിട്ട് പറയാൻ പറ്റണം, എനിക്ക് ഇന്നാലും നാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ ചിലരൊക്കെ ചെന്ന് അബദ്ധത്തിൽ ചാടും. എന്താണ്? പ്രണയം തന്നാൽ അവർ ചില രക്ഷിതാക്കളൊക്കെ പറയും അത് നമുക്ക് ആലോചിക്കാലോ. അങ്ങനെ പറഞ്ഞു വെക്കരുത്. എന്ത് ചെയ്യണം? ഓപ്പണായിട്ട് അവരെ കേൾക്കണം. അതായത് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാ? മോന് അല്ലെങ്കിൽ മോള് പറയുന്നു എനിക്ക് ഇന്നാലും നാളോട് ഇഷ്ടമാണ്. ഓക്കെ, ആരോടാണ് ഇഷ്ടം? ഇന്നാളിന്. അയാൾ എന്താ പേര്, എവിടെയാ വീട്, അവരെന്താ അറിയാം, അവരെക്കുറിച്ച് എന്തൊക്കെ അറിയാം, അതൊക്കെ അന്വേഷിക്കുന്നു. 1ാം ഘട്ടത്തെ ലിസണിങ് കംപ്ലീറ്റഡ്. അടുത്തൊരു തവണ ഈ ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ? കാരണം ഇന്നത് പഠനം അല്ലെങ്കിൽ ഭംഗി എന്തും ആകാം. ഓക്കെ, 3rd ലിസണിങ്, പിന്നെയും ലിസണിങ്ങിലേക്ക് പോകുന്നു. ഇനി അടുത്ത പ്ലാൻ എന്താണ്? അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കും. എന്നിട്ടൊരു പാരന്റിന് ഇനി എന്താ പറയാൻ പറ്റേണ്ടത്? ഇത്രയും ഭാഗം കംപ്ലീറ്റഡ് ആയാൽ ആകെ ഒരു പാരന്റ് പറയേണ്ടത് ഹലാല് മാത്രമേ ജീവിതത്തിൽ ചെയ്യാവൂ, ഹറാമ് ചെയ്യരുത്. വേണമെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ 3 കണ്ടന്റ്, 3 കോണ്ടെക്സ്റ്റ്, 3 പ്രധാന ഏരിയ, ലവ്, സെക്സ്, മാരേജ്, ഇത് 3ഉം അവരെ അവെയർ ആക്കിയാൽ മാത്രം മതി. ഹറാമ് ചെയ്യരുത്, ഹലാലേ ജീവിതത്തിൽ ചെയ്യാവും. അള്ളാഹുവിൻ്റെ ദീൻ എപ്പോഴും നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ബോർഡറാണ്. ആ ബോർഡർ എപ്പോഴും കീപ്പ് ചെയ്യണം. അത് നമുക്ക് നമ്മുടെ റബ്ബ് സൃഷ്ടിച്ചതാണ്, അതെപ്പോഴും കീപ്പ് ചെയ്യാം. അതിൻ്റെ ഔചിത്യങ്ങൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് പുരുഷൻ സ്ത്രീ ബന്ധം, അന്യപുരുഷനും അന്യ സ്ത്രീയും പരസ്പരം ഒറ്റക്ക് സംഗമിക്കരുത്. അത് എളാപ്പ മൂത്താപ്പയുടെ മക്കളാണെങ്കിലും അവർ പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ്. ഇവിടെ ചിലരൊക്കെ മനസ്സിലാക്കുന്നത് ഈ കാണാൻ പറ്റാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിദ്വേഷമാണ്. വിദ്വേഷമൊന്നുമല്ല.